ഹരീഷെ അകത്തേക്ക് വന്ന് നീതു എന്ന് പറയുമ്പോഴേക്കും സുഭാഷ് ഹരീഷിനെ അടിക്കുകയാണ്. സുഭാഷ് പറയും, നിൻ്റെ അടുത്തുനിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല ഹരീഷെ. എനിക്ക് എല്ലാവരെക്കാളും വിശ്വാസമായിരുന്നു നിന്നെ. അതൊരു കൊച്ചു പെൺകുട്ടിയല്ലടാ. നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അല്ലെങ്കിലേ നാട്ടുകാർ നമ്മളെ വീടിനെക്കുറിച്ച് എന്തൊക്കെ പറയുന്നതെന്ന് നിനക്കറിയാലോ. അവരോടൊക്കെ ഇനി എന്ത് മറുപടി പറയും? ഞാൻ നിങ്ങളെയൊക്കെ ഇങ്ങനെയാണ് വളർത്തിയെന്ന് വിചാരിക്കില്ല അവർ. ഹരീഷിനാണെങ്കിൽ മറുപടിയൊന്നും പറയാൻ കഴിയുന്നില്ല. സുധീഷ് പറയും, സുഭാഷ് ഏട്ടാ അവനെങ്ങനെ അടിക്കല്ലേ, അവനെന്താ പറയാനുള്ളതെന്ന് കൂടി കേൾക്കാലോ. സുഭാഷ് പറയും, അവനൊരക്ഷരം മിണ്ടിയിട്ടില്ല ഇതുവരെ. സുഭാഷ് ഹരീഷിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നികേഷ് സുധീഷിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ സുധീഷിനും ചിരി വരും. നിധി ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ സുധി പറയും, ഞാനല്ല അവനാണ്. നികേഷിനോട് നിധി പറയും, ചുമ്മാ ഇരി നികേഷേ. നികേഷ് വേഗം ചിരിയൊക്കെ നിർത്തും. സുഭാഷ് അവിടുന്ന് പോയി കഴിയുമ്പോൾ സുധി ഹരീഷിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, എടാ കൊച്ചു കള്ള, പണിയൊപ്പിച്ച് കളഞ്ഞല്ലോ. നികേഷ് പറയും, ഇത്ര പെട്ടെന്ന് ഞാനൊരു ചിറ്റപ്പനാവെന്ന് വിചാരിച്ചില്ല. ഹരീഷിനാണെങ്കിൽ ദേഷ്യം വരും. ഹരീഷ് ഒന്ന് പോ സുധീഷ് ചേട്ടാ. സുഭാഷേ പിന്നെ അങ്ങോട്ട് വരികയാണ്. ഹരീഷിനോട് പറയും, അതായിരുന്നല്ലേ ആ കുട്ടി ഒരു തവണ ബാഗ് എടുത്ത് വീട്ടിലോട്ട് വന്നത്, എന്നിട്ട് നീ വേഗം അവളെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചു. സുധീഷേ, നമ്മൾ ചെന്ന ഉടനെ ഇവരുടെ കല്യാണം നടത്തണം, എന്ത് പ്രശ്നമുണ്ടെങ്കിലും. സുധീഷ് പറയും, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. സുഭാഷ് ചേട്ടാ ഒന്ന് സമാധാനിക്ക്, എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. ഹരീഷിനോട് സുധീഷ് പറയും, നീ ഒന്ന് പുറത്തു പോയി, വെറുതെ സുഭാഷ് ചേട്ടൻ്റെ ദേഷ്യം കൂട്ടണ്ട. ഹരീഷിനെ എന്തോ പറയണമെന്നുണ്ട്, പക്ഷേ ഒന്നും പറയാൻ കഴിയുന്നില്ല. ഹരീഷ് പുറത്തേക്ക് പോവും. സുധീഷ് സുഭാഷിനെ അവിടെ ഇരുത്തിയിട്ട് സുഭാഷിനെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. എന്തായാലും അങ്ങനെയൊക്കെ നടന്നുപോയി, ഇനി അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. നീതു അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല. സുഭാഷ് വയ്ക്കും, നീ എന്താ അവനെ ന്യായീകരിക്കാൻ നോക്കുകയാണോ? സുഭാഷ് ഏട്ടാ, ഞാൻ അവനെ ന്യായീകരിച്ചതല്ല, ചെയ്തത് തെറ്റാണ്. അതിൻ്റെ പേരിൽ അവനെ കുറേ തല്ലിയിട്ടൊന്നും കാര്യമില്ലല്ലോ. സുഭാഷ് ഏട്ടൻ ആദ്യമായിട്ട് അവൻ്റെ ദേഹത്ത് കൈവച്ചത്, അതിൻ്റെ ഒരു വിഷമം അവനും ഉണ്ടാവും. നമുക്ക് ചെന്ന ഉടനെ തന്നെ അവരുടെ കല്യാണം നടത്താം. സുഭാഷ് അറിയും, അവരുടെ വീട്ടുകാരുടെ വിഷമം നീ ഓർത്തോ. ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ കഴിയുമോ? അവരിനി ഇവൻ്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് ആരെ അറിഞ്ഞു? സുധീഷ് അറിയും, അതൊന്നും ഉണ്ടാവില്ല, ഇവനെതിരെ മുമ്പ് കേസ് കൊടുത്തവരാ അവർ. സുധീഷ് അറിയും, അതുപോലെയാണോ ഇത്? ഇക്കാര്യം പുറത്തറിയുന്ന പേടി അവർക്കും ഉണ്ടാവില്ലേ? നീതു റൂമിൽ പോയിട്ട് ഹരീഷിനെ ഫോൺ വിളിക്കുകയാണ്. ഹരീഷ് ചോദിക്കും, അവിടെ എന്താ ഉണ്ടായത്? നീതു പറയും, ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു. അതൊക്കെ പോട്ടെ, നിനക്ക് സുഖമാണോ? ഹരീഷ് പറയും, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിൻ്റെ അമ്മ സുഭാഷ് ചേട്ടനെ വിളിച്ച് എന്തൊക്കെ പറഞ്ഞ്, നീ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ. നമ്മൾ തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടായിട്ടില്ലല്ലോ. നീതു ചോദിക്കും, അത് ശരി, അപ്പോൾ ഞാൻ പറയുന്നതൊന്നും വിശ്വാസമില്ലല്ലേ? ഞാൻ പ്രഗ്നൻ്റ് ആണ്. നീതു ഒരു നാടകീയ ഭാഗത്തിലേക്ക് കുറേ പറയാണ്. ഹരീഷ് പറയും, അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നീതു പറയും, നമ്മൾ പ്രേമിക്കുന്നവരല്ലേ, അപ്പോൾ ചിലപ്പോൾ പ്രഗ്നൻ്റൊക്കെ ആവും. ഹരീഷിനാണെങ്കിൽ തിരിച്ചൊരു മറുപടിയും പറയാൻ കഴിയുന്നില്ല. നീതു അതും പറഞ്ഞ് കോള് വയ്ക്കുകയാണ്. സുധീഷ് സുഭാഷിനോട് പറയും, ഞാൻ അവനെ ഒന്ന് പോയി നോക്കട്ടെ. അതും പറഞ്ഞ് ഹരീഷിൻ്റെ അടുത്തേക്ക് സുധീഷ് പോവാണ്. നികേഷ് അവിടെ ഇരുന്നൊരു ജഗ് എടുത്തിട്ട് സുഭാഷിനെ നേരെ നീട്ടിയിട്ട് പറയും, സുഭാഷ് ഏട്ടാ കുറച്ച് വെള്ളം കുടിക്കുക. ഇക്കാലത്ത് ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ? എത്ര ആൾക്കാർ ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുന്നു, അവർക്കൊക്കെ കുട്ടികളും ഉണ്ടാവുന്നില്ലേ? ഇത് കേൾക്കുമ്പോൾ സുഭാഷ് ദേഷ്യത്തോടെ നികേഷിനെ നോക്കും. അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. സുഭാഷ് ആ വെള്ളം വാങ്ങിച്ച് കുടിക്കുകയാണ്. സുധീഷ് ഹരീഷിൻ്റെ അടുത്ത് പോയിട്ട് പറയും, ഏട്ടാ കൊച്ചു കള്ള, നീ പണി ഒപ്പിച്ച് കളഞ്ഞല്ലോ. ഹരീഷ് സുധീഷ് ഏട്ടാ അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. സുധീഷ് ഒന്ന് പോടാ, എന്നെ സുഭാഷ് ഏട്ടനെയൊക്കെ നീ വലിയച്ഛനാക്കിയല്ലോ. വേഗം റെഡി ആയിക്കോ, ഇനി നമുക്ക് പോവാം. അവിടെ ചെന്നാൽ ഉടനെ നിൻ്റെ കല്യാണം. ഹരീഷിനെ സുധീഷ് ഒന്നും പറയാൻ സമ്മതിക്കില്ല. ഹരീഷ് കിണർക്കരയിൽ നിൽക്കുമ്പോൾ സുഭാഷ് അങ്ങോട്ട് വരികയാണ്. സുഭാഷ് വന്നിട്ട് ചോദിക്കും, നിനക്ക് വേദനിച്ചോ? ഹരീഷ് പറയും, ഇല്ല സുഭാഷ് ഏട്ടാ. എടാ വേറെ ആരായിരുന്നില്ല എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാൻ നിന്നെ ഒരു പക്വതയുള്ള ആളായിട്ടാണ് കണ്ടത്. നിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹരീഷിനെ എന്തൊക്കെ പറയണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ കഴിയുന്നില്ല. സുഭാഷ് പറയും, എന്തായാലും സംഭവിച്ചു, നമുക്ക് ഇപ്പം തന്നെ തിരിച്ചു പോവാം. അവരുടെ വീട്ടിൽ പോയി സംസാരിച്ച് നിങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. ഇനി നീ കല്യാണം കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊന്നും പറയരുത്. അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ തന്നെ നീ ഒന്നും ഇടപെടരുത്, ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം.